ഓക്കെ സോ നമുക്കിന്ന് ഫുഡ് എഞ്ചിനീയറിംഗിന്റെ കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ സോ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് പോർഷൻസ് അതായത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിന്റെ കുറച്ച് പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് അടുത്ത കുറച്ച് സെക്ഷൻ. ഓക്കെ സോ ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്ലീനിങ് എക്യുപ്മെന്റ് ഇൻ ഫുഡ് പ്രോസസിംഗ് ഈസ് ടു നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്തിനാണ് ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രൈമറി പർപ്പസ് പറയുന്നത് എന്താണ്? എൻഹാൻസ് കളർ, റിമൂവ് കണ്ടാമിനൻസ്, ഇംപ്രൂവ് ഫ്ലേവർ, ഇൻക്രീസ് വെയിറ്റ്. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു റിമൂവ് കണ്ടാമിനൻസ്. നമ്മുടെ ഫുഡിനകത്ത് നാച്ചുറലി കുറെ അധികം കണ്ടാമിനൻസ് പ്രസന്റ് ആയിരിക്കും. സോ അതിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. സോ cleaning equipments remove dirt, dust, stones, and microbial contaminants from raw food materials to ensure hygiene and quality. So നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ അല്ലെങ്കിൽ റോ ഫുഡ് മെറ്റീരിയലിൽ നിന്ന് ഡേർട്ട്, ഡസ്റ്റ്, ഷൂ അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അതുവഴി അതിന്റെ ഹൈജീൻ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലീനിങ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രൈ ക്ലീനിങ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്? സോ നമ്മൾ ഗ്രെയിൻസിന്റെ പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ചായിരുന്നു. സോ അതിനകത്ത് ഏത് എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഗ്രെയിൻസിന്റെ ഒക്കെ ഡ്രൈ ക്ലീനിങ് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്? ഓക്കെ, ഏത് എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഗ്രെയിൻസിന്റെ ഒക്കെ ഡ്രൈ ക്ലീനിങ് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്? ബ്ലാൻച്ചർ, വാഷർ, ആസ്പിറേറ്റർ, പാസ്ചറൈസർ. സോ ഏത് എക്യുപ്മെന്റ് വെച്ചിട്ടാണ് ഡ്രൈ ക്ലീനിങ്, അതായത് ഡ്രൈ ആയിട്ടുള്ള കമ്പോണൻസ്, അതിന്റെ ഹസ്ക് അല്ലെങ്കിൽ റോ പോലുള്ള കമ്പോണൻസിനെ നമ്മൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? ഏത് മെത്തേഡ് വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? ആസ്പിറേറ്റർ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ആസ്പിറേറ്റർ എന്താന്ന് വെച്ചാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈക്ക് എയർ നമ്മൾ അതിനകത്ത് ലൈറ്റർ ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ആസ്പിറേറ്റർ എന്ന് പറയുന്നത്. Aspirators use airflow to separate lighter impurities from grains based on differences in density. അതായത് ലൈറ്റർ ഇംപ്യൂരിറ്റീസിനെ, അതായത് ഡെൻസിറ്റിയിൽ ലോ ഡെൻസർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനെ പാർട്ടിക്കിൾസിനെ നമ്മുടെ റോ മെറ്റീരിയലിൽ നിന്ന് റിമൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഏത് എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്? ആസ്പിറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ the most commonly used method for wet cleaning is. So wet cleaning ന് വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? എയർ ജെറ്റ്, ബ്രഷിംഗ്, വാഷിംഗ് വിത്ത് വാട്ടർ, സീവിങ്. സോ ഏത് മെത്തേഡാണ് വെറ്റ് ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്? വെറ്റ് ക്ലീനിങ് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് ദ യൂസ് ഓഫ് വാട്ടർ. സോ വാഷിംഗ് വിത്ത് വാട്ടർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെറ്റ് ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. Wet cleaning is preferred for produce like vegetables and fruits where water removes soil and pesticide residues effectively. സോ നമ്മൾ ഈ വെറ്റ് ക്ലീനിങ് മെത്തേഡ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് പോലുള്ള ആൾക്കാർ വേണ്ടിയിട്ടാണ് വെറ്റ് ക്ലീനിങ് മെത്തേഡ് നമ്മൾ പറയുന്നത്. കാരണം ഒരു പരിധിവരെ അതിനകത്തുള്ള സോയില് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂസിനെയൊക്കെ നമുക്ക് ഈ ഒരു വെറ്റ് ക്ലീനിങ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ഈ റണ്ണിങ് വാട്ടറിലൊക്കെ വാഷ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഗ്രേഡിംഗ് ഇൻ ഫുഡ് പ്രോസസിംഗ് ഈസ് പ്രൈമർലി ഡൺ ബേസ്ഡ് ഓൺ. സോ എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡിനകത്ത് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് ഗ്രേഡിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡിനകത്ത് ഗ്രേഡിംഗ് ചെയ്യുന്നത്? മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത് ഏതിന്റെ ഒക്കെ കേസിലാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഒക്കെ കേസിൽ, എഗിന്റെ ഒക്കെ കേസിലാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്. അതായത് ഒരേ കോമ്പോണന്റ് തന്നെ നമുക്ക് ഡിഫറെന്റ് സൈസിലും ഡിഫറെന്റ് ഷേപ്പിലും കിട്ടും. സോ മാർക്കറ്റിലേക്ക് നമ്മൾ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴും ഏതാണ്? ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ഷേപ്പിൽ, അതായത് എല്ലാം യൂണിഫോം ഷേപ്പിലുള്ളതിനെ മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് പറയുന്നത്. സോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്? അതിന്റെ ന്യൂട്രീഷണൽ കണ്ടന്റ്, അതിന്റെ ഷേപ്പ് ആൻഡ് കളർ, ദെൻ സൈസ്, ഷേപ്പ്, കളർ ആൻഡ് വെയിറ്റ്, ദെൻ റാൻഡം സെലക്ഷൻ. അതിന്റെ ന്യൂട്രീഷണൽ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണോ, അതിന്റെ ഷേപ്പിനെയും കളറിനെയും മാത്രം ബേസ് ചെയ്തിട്ടാണോ, അതോ അതിന്റെ സൈസ്, ഷേപ്പ്, കളർ, വെയിറ്റ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ, അതോ റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാണോ? സോ ഏത് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിന്റെ സൈസ്, ഷേപ്പ്, കളർ, വെയിറ്റ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്. ഓക്കെ,
Grading helps categorize food items to improve uniformity, marketing and processing consistency. So ഗ്രേഡിംഗ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഐറ്റംസിന് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മാർക്കറ്റിൽ വെക്കുമ്പോൾ അതിന് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടും അതിന്റെ പ്രോസസ്സിംഗ് കൺസിസ്റ്റൻസി ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് എന്ത് നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത്. ഇപ്പം ചിലതൊക്കെ എന്താണ് ഡീഫോർമേഷൻസ് വന്നതുണ്ട്, അതായത് ആക്ച്വൽ മാങ്ങയുടെ ഒക്കെ ഷേപ്പ് അല്ലാതെ കുറച്ചിങ്ങനെ വളഞ്ഞൊടിഞ്ഞ കൈൻഡ് ഓഫ് മാങ്ങയൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള മാങ്ങയൊക്കെ നോർമൽ ആക്ച്വലി പെർഫെക്റ്റ് ഷേപ്പിൽ ഇരിക്കുന്നതിനേക്കാളും എന്തായിരിക്കും, ചിലപ്പോൾ അതിന്റെ ഏതെങ്കിലും പോർഷൻസ് നല്ല രീതിയിൽ വഴുക്കാനുണ്ടാവും, ചിലപ്പം അത് യൂണിഫോം ഒരു അട്രാക്ഷൻ ഉണ്ടാക്കത്തില്ല. സോ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ ഗ്രേഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെക്കാനിക്കൽ ഗ്രേഡർ ബേസ്ഡ് ഓൺ സൈസ്. സോ സൈസിന്റെ ബേസിൽ നമ്മുടെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസിനെ ഗ്രേഡ് ചെയ്യുന്ന മെക്കാനിക്കൽ ഗ്രേഡർ ഏതാണ്? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് സൈസിന്റെ ബേസിൽ നമ്മുടെ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ ഗ്രേഡ് ചെയ്യുന്ന മെക്കാനിക്കൽ ഗ്രേഡർ ഏതാണ്? ഒപ്റ്റിക്കൽ സോർട്ടർ, ഇൻക്ലൈൻഡ് ബെൽറ്റ് ഗ്രേഡർ, കളർ സോർട്ടർ, മാഗ്നറ്റിക് സെപ്പറേറ്റർ. സോ ഏതാണ് എന്താ ഒരു മെക്കാനിക്കൽ ഗ്രേഡർ, അതായത് റോ മെറ്റീരിയൽസിനെ അതിന്റെ സൈസിന്റെ ബേസിൽ എന്താ സോർട്ട് ചെയ്യുന്ന മെക്കാനിക്കൽ ഗ്രേഡർ ഏതാണ്? ഇൻക്ലൈൻഡ് ബെൽറ്റ് ഗ്രേഡർ. ഓക്കെ, so inclined belt grader separates produce like fruits or vegetables based on their diameter as they fall through sized gaps. അതായത് ഇൻക്ലൈൻഡ് ബെൽറ്റ് ഗ്രേഡർ എന്താന്ന് വെച്ചാൽ അതൊരു കൺവെയർ പോലെയാണ്, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ഉള്ള ഹോൾസ് ഉണ്ടാവും. സോ നമ്മളിപ്പോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് അതിനകത്തൂടെ പാസ് ചെയ്യിക്കുമ്പോൾ ആ പർട്ടിക്കുലർ ആ ഹോളിനകത്തൂടെ ഇറങ്ങേണ്ട ആൾക്കാർ മാത്രം എന്താണ് അതിനകത്തൂടെ ഇറങ്ങും, അല്ലാത്ത ആൾക്കാരൊക്കെ എന്താണ് നമുക്ക് ഇപ്പുറത്ത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പം സൈസ് കുറഞ്ഞ ആൾക്കാരെയും യൂണിഫോം സൈസ് ഉള്ള ആൾക്കാരെയും എന്താണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് മെക്കാനിക്കൽ ഗ്രേഡ് ഇൻക്ലൈൻഡ് ബെൽറ്റ് ഗ്രേഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എ കളർ സോർട്ടർ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രി വർക്ക്സ് യൂസിങ്. സോ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കളർ സോർട്ടർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റ്, ലൈറ്റ് സെൻസേഴ്സ് ഓർ ക്യാമറാസ്, വാട്ടർ പ്രഷർ, സൈസീസ്. സോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലെ കളർ സോർട്ടർ വർക്ക് ചെയ്യുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ലൈറ്റ് സെൻസേഴ്സ് ഓർ ക്യാമറാസ്. അവിടുത്തെ ലൈറ്റ് സെൻസേഴ്സ് അല്ലെങ്കിൽ ക്യാമറാസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലെ കളർ സോർട്ടർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, so color sorters are use optical sensors to detect and remove defective items based on color differences. So color sorters എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ സെൻസേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കളർ സോർട്ടേഴ്സ് ഒപ്റ്റിക്കൽ സെൻസേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. എന്തിന്? നമ്മുടെ അതിനകത്ത് ഡിഫറെന്റ് കളർ ഉള്ള ഐറ്റത്തിനെ ഡിറ്റക്ട് ചെയ്യാനും ഡിഫക്റ്റീവ് ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താ കളർ സോർട്ടേഴ്സ് എന്തിനെയാ യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ സെൻസേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then the main purpose of size reduction in food industry is to നമ്മൾ എന്തിനാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ സൈസ് റിഡക്ഷൻ ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ പർപ്പസ് എന്താണ്? ഇൻക്രീസ് കുക്കിംഗ് ടൈം, ഇംപ്രൂവ് ടെക്സ്ചർ, എൻഹാൻസ് യൂണിഫോമിറ്റി ആൻഡ് ഇൻക്രീസ് സർഫസ് ഏരിയ, ആഡ് ഫ്ലേവർ. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രോസസ്സിങ്ങിനകത്ത് സൈസ് റിഡക്ഷൻ ചെയ്യുന്നത്? എന്തിനാ? അതിന്റെ കുക്കിംഗ് ടൈം ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ, അതിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ അതിന്റെ യൂണിഫോമിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ സർഫേസ് ഏരിയ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഫ്ലേവർ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എൻഹാൻസ് യൂണിഫോമിറ്റി ആൻഡ് ഇൻക്രീസ് സർഫേസ് ഏരിയ. അതിന് യൂണിഫോമിറ്റി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ സൈസ് റിഡക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, reducing particle size, improving mixing, cooking and reaction efficiency in processing like grinding and milling. അതായത് പാർട്ടിക്കിൾസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും, കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, പിന്നെന്താ ഇപ്പൊ ഗ്രൈൻഡിങ് മില്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാനൊക്കെ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ മെത്തേഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൈസ് റിഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, then the equipment used for grinding dry grains into powder is called a. അതായത് നമ്മുടെ ഡ്രൈ ഗ്രെയിൻസിനെയൊക്കെ പൗഡർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യും. ഏതാണ് എക്യുപ്മെന്റ്? ഹാമർ മിൽ, പാസ്ചറൈസർ, വാഷർ, ഫ്ലൂയിഡൈസർ. സോ എന്താണ് ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് പേരുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് നമ്മൾ ഈ ഡ്രൈ ഗ്രെയിൻസിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്.
ഹാമർ മിൽ. ഓക്കെ, ഹാമർ മിൽ വെച്ചിട്ടാണ് എന്താ നമ്മൾ ഡ്രൈ ഗ്രെയിൻസിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, hammer mill grinds dry materials using rotating hammer that crush them against a screen. സോ ഹാമർ മിൽസ് എന്താ, അതിനകത്ത് റൊട്ടേറ്റിംഗ് ഹാമർ ഉണ്ട്. നമ്മൾ അതിനകത്തേക്ക് എന്താ നമ്മുടെ ഗ്രെയിൻസിനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഹാമർ അത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രഷർ കൊണ്ട് എന്താണ് ആ ഗ്രെയിൻസിനെയൊക്കെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് പൗഡേർഡ് ഫോമിൽ കിട്ടും. ഓക്കെ, then which of the following size reduction equipment uses compression and shear forces? സോ നമുക്ക് തന്നിരിക്കുന്ന ഏതൊക്കെ എക്യുപ്മെന്റ്സ്, ഏതൊക്കെ സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ്സ് ആണ് എന്താ കംപ്രഷനും ഷിയർ ഫോഴ്സും വെച്ചിട്ട് എന്താണ് സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്? റോളർ മിൽ, ജെറ്റ് മിൽ, ബോൾ മിൽ, ആസ്പിറേറ്റർ. സോ ഇതിനകത്ത് ആസ്പിറേറ്റർ എന്താണ് നമ്മുടെ ഓപ്ഷൻ അല്ല. കാരണം ആസ്പിറേറ്റർ എന്താണ് ഇതിനെ ഡെൻസിറ്റിയുടെ ബേസിലുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത് ആസ്പിറേറ്റർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ബാക്കി 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? റോളർ മിൽ, ജെറ്റ് മിൽ ആൻഡ് ബോൾ മിൽ. സോ റോളർ മിൽ ആണ് എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അതെന്താണ് റോളർ ആണ്. ലൈക്ക് അത് കംപ്രഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് എന്ത് അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. റോളർ മിൽസ് യൂസ് റോളേഴ്സ് rotating at different speeds to compress and shear materials commonly used in floor milling. നമ്മൾ ഫ്ലോർ മില്ലിങ്ങിന്റെ ഒക്കെ കേസിൽ യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഈ റോളർ മിൽസിനെയാണ്. അതിനകത്ത് എന്താ റോളേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് സ്പീഡ്സിൽ ഡിഫറെന്റ് ക്ലോക്ക് വൈസ് ഒരു ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന റോളേഴ്സ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ, സോ അതിനകത്തേക്ക് നമ്മുടെ ഗ്രെയിൻസ് വീഴുമ്പം അവർ അതിന്റെ ഇടയിലുള്ള ഷിയർ ഫോഴ്സും അല്ലെങ്കിൽ ആ ഒരു കംപ്രഷൻ കൊണ്ടിട്ട് എന്താണ് അത് പൗഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, then colloid mills are used for size reduction in. നമ്മൾ കൊളോയിഡ് മിൽസ് എന്തിന്റെ കേസിലാണ് എന്ത് യൂസ് സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഡ്രൈ സ്പൈസസ്, ഓയിൽസ്, ലിക്വിഡ് ഓർ സെമി സോളിഡ് ഫുഡ്സ്, പാക്കേജ്ഡ് ഫുഡ്സ്. സോ ഏത് മെറ്റീരിയൽസിന്റെ കേസിലാണ് എന്ത് നമ്മൾ കൊളോയിഡ് മിൽസ് യൂസ് ചെയ്യുന്നത്? ഏത് മെറ്റീരിയൽസിന്റെ കേസിലാണ്? ലിക്വിഡ് ഓർ സെമി സോളിഡ് ഫുഡ്സിന്റെ കേസിൽ. ഓക്കെ, ലിക്വിഡ്സ് അല്ലെങ്കിൽ സെമി സോളിഡ് ഫുഡ്സിന്റെ കേസിൽ അവരുടെ സൈസ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ കൊളോയിഡ് മിൽസ് യൂസ് ചെയ്യുന്നത്. Colloid mills reduce particle size in suspensions and emulsions like mayonnaise or peanut butter using high shear. See, colloid mills എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതായത് സസ്പെൻഷൻസിനകത്തുള്ളതോ അല്ലെങ്കിൽ ഇമൾഷൻസ് അല്ലെങ്കിൽ കൊളോയിഡൽ ഫോംസിലുള്ള പാർട്ടിക്കിൾസിന്റെ എന്താ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യും? ഈ കൊളോയിഡ് മിൽസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, which of the following is commonly used for mixing viscous food products like dough or batter? സോ ഡോ അല്ലെങ്കിൽ ബാറ്റർ പോലുള്ള വിസ്കസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒക്കെ എന്താണ് മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റീരിയലിനെയാണ് അല്ലെങ്കിൽ ഏത് എക്യുപ്മെന്റിനെയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഏതാണ് നമ്മുടെ വിസ്കസ് ആയിട്ടുള്ള ഡോ അല്ലെങ്കിൽ ബാറ്റർ പോലെയുള്ള മെറ്റീരിയൽസിന്റെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഏത് എക്യുപ്മെന്റിനെയാണ് യൂസ് ചെയ്യുന്നത്? പാഡിൽ മിക്സർ, പ്ലാനറ്ററി മിക്സർ, റിബൺ ബ്ലെൻഡർ, പ്രോപ്പല്ലർ അജിറ്റേറ്റർ. സോ ഏതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലാനറ്ററി മിക്സേഴ്സിനെയാണ്. അതായത് ഹൈ വിസ്കസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒക്കെ കേസിൽ എന്താണ് നമ്മൾ അവരെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനറ്ററി മിക്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് ഒരു ചെരുവം, ഇപ്പൊ ചെരുവത്തിലേക്ക് നമ്മുടെ നോർമൽ മിക്സർ ഉണ്ടല്ലോ, ആ മിക്സറിന്റെ ഒരു എക്യുപ്മെന്റ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ നോർമൽ ഇപ്പൊ നമ്മൾ ഒരു ബാറ്റർ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ മിക്സർ ഒരു ചെരുവം പിടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ മാവ് എടുത്ത് എന്നിട്ട് ഈ മിക്സർ അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ വിപ്പിംഗ് ക്രീം ഒക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ. പക്ഷെ പ്ലാനറ്ററി മിക്സേഴ്സ് എന്താന്ന് വെച്ചാൽ ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ടൂളും റൊട്ടേറ്റ് ചെയ്യും, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആ വെസൽ ഉണ്ടല്ലോ അതും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ബൗളും റൊട്ടേറ്റ് ചെയ്യും. കാരണം അതിനകത്ത് യൂണിഫോം മിക്സിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നോർമലി ഇൻഡസ്ട്രിയുടെ ഒക്കെ കേസിൽ നമ്മൾ ഈ കൈൻഡ് ഓഫ് പ്ലാനറ്ററി മിക്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹൈ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഡോ അല്ലെങ്കിൽ ബാറ്റർ പ്രിപ്പയർ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഏതാണ് പ്ലാനറ്ററി മിക്സേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റിബൺ ബ്ലെൻഡേഴ്സ് ആർ പ്രൈമർലി യൂസ്ഡ് ഫോർ. റിബൺ ബ്ലെൻഡേഴ്സിനെ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ലിക്വിഡ്സ്, ഗ്യാസസ്, പൗഡേഴ്സ് ആൻഡ് ഡ്രൈ സോളിഡ്സ്, ഹൈ വിസ്കോസിറ്റി ലിക്വിഡ്സ്. സോ ഏത് മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിബൺ ബ്ലെൻഡേഴ്സിനെ യൂസ് ചെയ്യുന്നത്? റിബൺ ബ്ലെൻഡേഴ്സ് എന്താന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു എക്യുപ്മെന്റ് ആണ്, പക്ഷെ അതെന്താണ് വെർട്ടിക്കൽ അല്ല, അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അതിനകത്ത് ബ്ലേഡ്സ് എങ്ങനെ ഇരിക്കും? നമ്മുടെ റിബൺ പോലെ ഇരിക്കും. അതായത് 2 റിബൺ എടുത്ത് ഇങ്ങനെ പിന്നി എടുക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മുടെ റിബൺ ബ്ലെൻഡേഴ്സിനകത്ത് ബ്ലേഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൗഡേഴ്സിനെ അല്ലെങ്കിൽ ഡ്രൈ സോളിഡ്സിനെ ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിബൺ ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ribbon blenders are helical blades
to mix dry powders efficiently by creating a radial and axial flow of materials. സോ റിബൺ ബ്ലെൻഡേഴ്സ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് ഹെലിക്കൽ ബ്ലേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രൈ പൗഡേഴ്സിനെയൊക്കെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ റിബൺ ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻലൈൻ മിക്സേഴ്സ് ആർ ബെസ്റ്റ് യൂസ്ഡ് വെൻ. ഇൻലൈൻ മിക്സേഴ്സിനെ നമ്മൾ എന്തിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്? ബാച്ച് മിക്സിംഗ് ഈസ് റിക്വയർഡ്, ലാർജ് സോളിഡ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ്, continuous mixing in a pipeline is needed, only dry materials are mixed. സോ ബാച്ച് മിക്സിംഗ് ചെയ്യുമ്പോഴാണോ ഇൻലൈൻ മിക്സേഴ്സിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാർജ് സോളിഡ് പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്യുമ്പോഴാണോ ഇൻലൈൻ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്, അല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൈപ്പ് ലൈനകത്ത് കണ്ടിന്യൂസ് മിക്സിംഗ് ചെയ്യേണ്ടപ്പോഴാണ് എന്താ നമ്മൾ ഇതിനെ യൂസ് ഇൻലൈൻ മിക്സേഴ്സിനെ യൂസ് ചെയ്യുന്നത്, അതോ ഡ്രൈ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് ഇൻലൈൻ മിക്സേഴ്സിനെ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻലൈൻ മിക്സേഴ്സിനെ യൂസ് ചെയ്യുന്നത്? ഇൻലൈൻ മിക്സേഴ്സ് ആർ ഇൻസ്റ്റാൾഡ് ഇൻ പൈപ്പ് to mix materials continuously, suitable for liquid or liquid gas mixing. So inline mixersനെ എന്താണ് നമ്മൾ പൈപ്പ് ലൈൻസിനകത്തേക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം അതിനകത്തുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് എന്താ കോമ്പോണൻസിനെ പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ഇൻലൈൻ മിക്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then which filter is more suitable for clarifying fruit juices? ഫ്രൂട്ട് ജ്യൂസസിനെയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് കൈൻഡ് ഓഫ് ഫിൽറ്റേഴ്സിനെയാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബാക്ക് ഫിൽറ്റർ, പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽറ്റർ, പ്ലസ് റോട്ടറി വാക്യൂം ഫിൽറ്റർ, ഡ്രം ഫിൽറ്റർ. സോ ഏതിനെയാണ് എന്ത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസിനെയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽറ്റർ പ്രസ്. ഓക്കെ, പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽറ്റർ പ്രസിനെയാണ് എന്ത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസിനെയൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. Plate and frame filters are ideal for filtering liquids with suspended solids such as juice clarification. അതായത് സസ്പെൻഡഡ് സോളിഡ്സ് ഒക്കെ ഇപ്പൊ ജ്യൂസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്താ അതിനകത്ത് സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, സസ്പെൻഡഡ് ആയിട്ട് കിടക്കില്ല, അടിയിൽ അടിഞ്ഞ് കിടക്കുന്നത്. സോ അങ്ങനെയുള്ളതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? പ്ലേറ്റ് അല്ലെങ്കിൽ ഫ്രെയിം ഫിൽട്ടർ പ്രസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then the main purpose of filtration in food processing is to. സോ നമ്മുടെ ഫിൽട്രേഷൻ എന്താ മെത്തേഡ് ഫുഡ് പ്രോസസ്സിംഗിനകത്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഫ്ലേവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, സോളിഡ്സ് അതായത് ലിക്വിഡ്സിൽ നിന്ന് സോളിഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, കളറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്ത് മെത്തേഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ഫുഡ് പ്രോസസ്സിംഗിനകത്ത് ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേറ്റ് സോളിഡ് ഫ്രം ലിക്വിഡ്സ്. ലിക്വിഡ് ജ്യൂസസിൽ ഇപ്പൊ നമ്മൾ ഫ്രൂട്ട് ജ്യൂസസിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫിൽട്രേഷൻ റിമൂവ്സ് അൺവാണ്ടഡ് പാർട്ടിക്കിൾസ് such as pulp or sediment from liquids to improve quality and appearance. സോ ഫിൽട്രേഷൻ എന്താണ്? ഇതിനകത്തുള്ള അൺവാണ്ടഡ് പാർട്ടിക്കിൾസിന് അതായത് പൾപ്പ്, സെഡിമെന്റ് പോലുള്ള അൺവാണ്ടഡ് പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മുടെ ജ്യൂസസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുവഴി എന്താ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ അപ്പിയറൻസ് ഒക്കെ ഇത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, then depth filtration is characterized by. depth filtration എന്തിനു വേണ്ടിയിട്ടാണ്? സർഫസ് ലെവൽ ഫിൽട്രേഷൻ. ഡെപ്ത് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ലെവൽ ഫിൽട്രേഷൻ ആണോ? തിക് ഫിൽട്ടർ മീഡിയ അലോയിങ് പാർട്ടിക്കിൾസ് ക്യാപ്ചർ ത്രൂ ദ മീഡിയം. അല്ലെങ്കിൽ ഒരു തിക് ഫിൽട്ടർ മീഡിയ ആണ് എന്താ നമ്മൾ അതുവഴി എന്താ മീഡിയ പാർട്ടിക്കിൾസിനെ ക്യാപ്ചർ ചെയ്യുന്നു. only used for gases വേണ്ടി മാത്രമാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് ഇമൾഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണ് എന്താ ഡെപ്ത് ഫിൽട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? അതൊരു തിക് ഫിൽട്ടർ മീഡിയ ആണ് എന്താ നമ്മുടെ മീഡിയത്തിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ക്യാപ്ചർ ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇത് എന്ത് ചെയ്യും? നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതെന്താ? ഡെപ്ത് ഫിൽട്ടർ ട്രാപ്പ് പാർട്ടിക്കിൾസ് വിത്തിൻ ദ മീഡിയസ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫറിംഗ് ഹൈ ഹോൾഡിംഗ് കപ്പാസിറ്റി. സോ ഡെപ്ത് ഫിൽട്ടർ ട്രാപ്സ് എന്താന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഇതിനകത്ത് തന്നെ അതായത് ആ ഒരു ഏത് മീഡിയത്തിനകത്തേക്കാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത് അതിനകത്തുള്ള ലാർജ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, then the main goal of evaporation food processing is to. നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിനകത്ത് ഇവാപറേഷൻ മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിന്റെ കേസിൽ ഇവാപറേഷൻ മെത്തേഡ് ചെയ്യുന്നത്? kill microorganism, increase product volume, remove moisture to concentrate product, separate solids. അതായത് മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ,
പിന്നെന്താ പ്രൊഡക്റ്റിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ മോയ്സ്ചർ ഇപ്പം മോയ്സ്ചർ കണ്ടുള്ള ഫുഡ് പ്രോഡക്ട്സിനകത്തുനിന്ന് അതിനെ മാറ്റി ഇപ്പൊ അതിനെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള് ഇവാപറേഷൻ പ്രോസസ്സ് ഫുഡിൽ യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റിമൂവ് മോയ്സ്ചർ ടു കോൺസെൻട്രേറ്റ് പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് നിന്ന് മോയ്സ്ചറിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇവാപറേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവാപറേഷൻ റിമൂവ്സ് വാട്ടർ ബൈ ഹീറ്റിംഗ് കോൺസെൻട്രേറ്റിംഗ് പ്രോഡക്ട്സ് ലൈക്ക് മിൽക്ക്, ജ്യൂസ് ആൻഡ് സിറപ്പ്. സോ ഹീറ്റ് ചെയ്തിട്ട്, അതായത് മൈൽഡ് ടെമ്പറേച്ചറിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുവഴി നമുക്ക് മിൽക്ക്, ജ്യൂസ്, സിറപ്പ് പോലുള്ളതിനൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് വിച്ച് ഇവാപറേറ്റർ ഈസ് മോസ്റ്റ് എഫിഷ്യന്റ് ഫോർ ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സ്. ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സിന്റെ കേസിൽ ഏത് കൈൻഡ് ഓഫ് ഇവാപറേറ്റേഴ്സ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവാപറേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് സിംഗിൾ എഫക്ട് ഇവാപറേറ്റർ ഉണ്ട്, പോളിഫിൽ ഇവാപറേറ്റർ ഉണ്ട്, നാച്ചുറൽ സർക്കുലേഷൻ ഇവാപറേറ്റർ ഉണ്ട്, ഡ്രം ഇവാപറേറ്റർ ഉണ്ട്. സോ ഇത് കൂടാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവാപറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ എഫക്ട് ഇവാപറേറ്റർ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു വാറ്റ് പോലെ ഒരു എക്യുപ്മെന്റ്, അതായത് ഇപ്പൊ സൈലോസ് ഒക്കെ ഇല്ലേ, മിൽക്ക് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അതുപോലെ ഒരു എക്യുപ്മെന്റ്. അതിന്റെ ഒരു സൈഡിൽ നമ്മൾ പ്രൊഡക്റ്റിനെ ഫീഡ് ചെയ്യുന്നു. ഒരു ടാങ്കിനകത്തേക്ക് ആ പ്രൊഡക്റ്റ് വന്ന് വീഴുമ്പോൾ അതിനകത്ത് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഹൈ ടെമ്പറേച്ചറിന്റെ പ്രസൻസിൽ അതിനകത്തുള്ള മോയ്സ്ചറിനെ റിമൂവ് ചെയ്തിട്ട് മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞ ഫുഡ് പ്രൊഡക്റ്റ് താഴെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് സിംഗിൾ എഫക്ട് ഇവാപറേറ്റർ. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ എഫക്ട് ഇവാപറേറ്റർ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഫസ്റ്റ് എക്യുപ്മെന്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള തൊട്ടടുത്ത ഒരു എക്യുപ്മെന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് തൊട്ടടുത്തുള്ള എക്യുപ്മെന്റിൽ ഫീഡ് ആയിട്ട് പോകുന്നത്. അത് ഫീഡ് ആയിട്ട് പോകും. അത് അതിനകത്തൂടെ പാസ് ചെയ്ത് വരുമ്പോ കുറച്ചുകൂടി മോയ്സ്ചർ കണ്ടന്റ് കുറയും. അതുപോലെ തന്നെ മറ്റൊരു എക്യുപ്മെന്റിൽ പോകും. അങ്ങനെ ഓരോ ഇത് പാർട്ട് ബൈ പാർട്ട് ഇത് പാസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനകത്തെ മോയ്സ്ചർ കണ്ടന്റ് വളരെ ലോ ആകും. സോ ഹൈ മോയ്സ്ചർ കണ്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിന്റെ കേസിൽ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? മൾട്ടിപ്പിൾ എഫക്ട് ഇവാപറേറ്റേഴ്സ് യൂസ് ചെയ്യും. സോ ഇതിന്റെ കേസിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫുഡ്സിന്റെ കേസിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഫോളിംഗ് ഫിലിം ഇവാപറേറ്റേഴ്സിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, falling film evaporators expose the product to heat for a short time, minimizing thermal damage, ideal for heat sensitive liquids. So നമ്മൾ falling film evaporators എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, falling film evaporators ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സിന്റെ കേസിൽ, അതായത് വളരെ കുറച്ച് ടൈമിലേക്ക് മാത്രമേ ഇത് നമ്മുടെ ആ ഒരു ഫുഡ് മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട്, അതായത് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഫുഡിലേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫുഡിനകത്തേക്ക് തെർമൽ ഡാമേജ് ഒക്കെ ഉണ്ടാവുന്നതിനെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, then in multiple effect evaporators, energy efficiency is improved by, അതായത് മൾട്ടിപ്പിൾ എഫക്ട് ഇവാപറേറ്റേഴ്സിന്റെ കേസിൽ നമ്മൾ അതിന്റെ എനർജി എഫിഷ്യൻസി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്? യൂസിംഗ് വാക്യൂം പമ്പ്സ് ഓൺലി, യൂസിംഗ് ഫ്രഷ് സ്റ്റീം ഇൻ ഈച്ച് സ്റ്റേജ്, റീയൂസിംഗ് വേപ്പർ ഫ്രം വൺ സ്റ്റേജ് ടു ഹീറ്റ് ദ നെസ്റ്റ്, യൂസിംഗ് ഐസ് കൂളിംഗ്. അതായത് വാക്യൂം പമ്പ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്രഷ് സ്റ്റീമിനെ ഓരോ സ്റ്റേജിലും യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് കിട്ടുന്ന സ്റ്റീമിനെ വീണ്ടും അടുത്തതിലേക്ക് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഐസ് കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. എങ്ങനെയാണ്? റീയൂസ് ചെയ്തിട്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞു, ഒരു വാറ്റിനകത്തേക്ക് നമ്മൾ ഫീഡ് കൊടുത്തു, അതിനകത്തൂടെ പാസ് ചെയ്ത് വരുമ്പോൾ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് കുറഞ്ഞു, അതിനെ നമുക്ക് കിട്ടി. അതിനെ അടുത്ത ആളിലേക്ക് കൊടുത്തു, അവിടുന്ന് പാസ് ചെയ്ത് വരുമ്പോൾ മോയ്സ്ചർ കുറച്ചുകൂടി കുറഞ്ഞു, അതിനെ അടുത്ത ആളിലേക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ പറഞ്ഞു. സോ ഈ ഓരോ തവണ ഇതിനകത്ത് നമ്മൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യത്തെ വാറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്ന സ്റ്റീം കുറച്ച് കഴിഞ്ഞ് കണ്ടൻസ് ചെയ്ത് വരും. ആ സ്റ്റീമിനെ അതിനെ തന്നെ റീയൂസ് ചെയ്യാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ. അവിടുന്ന് കിട്ടുന്നതിനെ റീയൂസ് ചെയ്യാണ് തേർഡ് സ്റ്റേജിൽ. കാരണം നമുക്ക് അതിനെ റീയൂസ് ചെയ്യാം, അതുകൊണ്ട്. ഓക്കെ, സോ അപ്പൊ അങ്ങനെ വേപ്പറിനെ റീയൂസ് ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ എഫക്ട് ഇവാപറേറ്റേഴ്സിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, so multiple effect evaporators recycle vapor from one stage as heating steam in the next, conserving energy. Okay, then microfiltration membranes have pore size typically in the range of, അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽട്രേഷൻ ഉണ്ട്. ഓക്കെ, അതിലൊന്നാണ് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് അത്രമാത്രം മൈന്യൂട്ട് ആയിട്ടുള്ള കമ്പോണൻസിനെ നമ്മുടെ ജ്യൂസസിൽ നിന്നൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ മൈക്രോ ഫിൽട്രേഷൻ മെംബ്രെയിന്റെ പോർ സൈസ് എത്രയാണ്? 1 to 10 micrometer, 0.1 to 10 micrometer,
0.01 to 0.01 micrometer, 0.0001 to 0.01 micrometer. So ഏതാണ് 0.1 to 10 micrometer. So microfiltration എന്ന് പറയുന്നത് എന്താണ്? ഒരു low pressure membrane process ആണ് that removes suspended solids and large bacteria, making it suitable for application like milk and juice clarification. So microfiltration എന്ന് പറയുന്ന ഒരു low pressure membrane process ആണ്. അതുവഴി എന്താണ് സസ്പെൻഡഡ് ആയിട്ട് കിടക്കുന്ന സോളിഡ് പാർട്ടിക്കിൾസിനെയും അതുപോലെ തന്നെ ലാർജ് ബാക്ടീരിയാസിനെയൊക്കെ എന്താണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിൽക്ക് അല്ലെങ്കിൽ ജ്യൂസസിന്റെ ഒക്കെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ഓക്കെ, സോ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാ ഡെപ്ത് ഫിൽറ്റേഴ്സ്. താങ്ക് യു. സോ ഇത്രയുമാണ് എന്താ ഫുഡ് എഞ്ചിനീയറിംഗിന്റെ കുറച്ച് പോർഷൻ, അതായത് ഫിൽട്രേഷൻ, അതുപോലെ തന്നെ ഇവാപറേഷൻ, മിക്സേഴ്സ്, ഗ്രേഡേഴ്സ്, അതിന്റെ കുറച്ച് പോർഷൻസ് ഉള്ള MCQs ആണ് ഇത്. സോ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. താങ്ക് യു.